ഒരു നടനാകണമെങ്കിൽ എന്തു ചെയ്യണമെന്ന റാപ്പിഡ് ഫയർ ചോദ്യത്തിന് കുസൃതിയൊളിപ്പിച്ച മറുപടിയാണ് നരേനിൽ നിന്ന് വന്നത്. ഓടി രക്ഷപ്പെടാൻ പറയും എന്നായിരുന്നു നരേന്റെ ഉത്തരം. സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ചെന്നൈയിലെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമാറ്റോഗ്രാഫിയിൽ ഡിപ്ലോമ നേടിയതിനു ശേഷം രാജീവ് മേനോന്റെ ക്യാമറ അസിസ്റ്റന്റായി സിനിമയിലെത്തിയ നരേന്റെ കരിയറിൽ ഒരുപാട് കയറ്റിറക്കങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ സിനിമ നല്ലവണ്ണം എന്റെ ക്ഷമ പരീക്ഷിച്ചിട്ടുണ്ട് എന്നാണ് നരേന്റെ നർമ്മത്തിൽ ചാലിച്ച മറുപടി. സിനിമയിലെത്തി 2 ദശാബ്ദം പിന്നിടുന്ന അവസരത്തിൽ രസകരമായ വേഷപ്പകർച്ചകളാണ് നരേൻ എന്ന അഭിനേതാവിലേക്ക് വന്നു ചേരുന്നത്. കാരിക്കേച്ചർ സ്വഭാവമുള്ള സാഹസത്തിലെ രാജീവ് നമ്പ്യാറിന് ശേഷം ഏറെ നിഗൂഢതകളുള്ള കഥാപാത്രമായാണ് ദിൻജിത്ത് അയ്യത്താൻ ബാഹുൽ രമേശ് കൂട്ടുകെട്ടിലൊരുങ്ങുന്ന എക്കോയിൽ നരേൻ എത്തുന്നത്. സിനിമാ വിശേഷങ്ങൾ നരേൻ മനോരമ ഓൺലൈൻ ചാനലിൽ പങ്കുവച്ചു. രാജീവ് മേനോൻ സാറിന്റെ അസിസ്റ്റന്റ് ക്യാമറമാൻ ആയി പ്രവർത്തിക്കുമ്പോഴാണ് അടൂർ സാറിനെ കാണുന്നത്. അദ്ദേഹം ആദ്യമായി സിനിമാസ്കോപ്പിൽ ഷൂട്ട് ചെയ്യാൻ പോവുകയായിരുന്നു. മങ്കട രവിവർമ്മ സാർ ആയിരുന്നു ക്യാമറ ചെയ്തിരുന്നത്. അദ്ദേഹത്തെ സഹായിച്ചിരുന്നത് ഞാനായിരുന്നു. 3-4 ദിവസം അടൂർ സാറിന്റെ കൂടെ നടന്നപ്പോൾ ഞാൻ ചോദിച്ചു, അഭിനയിക്കാൻ എനിക്കൊരു അവസരം തരുമോ എന്ന്. അദ്ദേഹം എന്നെ ഒന്ന് നോക്കി, എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ക്യാമറയുടെ പിന്നിലുള്ള ആളല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞു നിങ്ങൾക്ക് സംവിധാനവും ഇഷ്ടമുണ്ടെന്ന്, ഇപ്പോൾ പറയുന്നു അഭിനയമെന്ന്. എന്താണോ ഉദ്ദേശം? സാർ അങ്ങനെ ചോദിച്ചപ്പോൾ പരുങ്ങിയെങ്കിലും സിനിമയാണ് ലക്ഷ്യമെന്ന് ഞാൻ വ്യക്തമാക്കി. പിന്നീട് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, നിഴൽക്കൂട്ടത്തിൽ എനിക്കൊരു കഥാപാത്രമുണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ സിനിമയിൽ എത്തുന്നത്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അഭിനയിച്ച ആരാച്ചാർ എന്ന കഥാപാത്രത്തിന്റെ മകനായി ഒരു മുഴുനീള വേഷം. ജയരാജ് സാർ ഫോർ ദ പീപ്പിളിലേക്ക് എന്നെ വിളിക്കുകയായിരുന്നു. അതായിരുന്നു എന്റെ 2ാമത്തെ പടം. അത് ഹിറ്റായിട്ടും ഒരു വർഷം ഞാൻ വീട്ടിലിരുന്നു. സിനിമയിൽ സെലക്റ്റീവ് ആകാമെന്ന് കരുതിയതുകൊണ്ടാണ് അങ്ങനെ വീട്ടിലിരിക്കേണ്ടി വന്നത്. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയത് അച്ചുവിന്റെ അമ്മ എന്ന സിനിമയാണ്. അവർ ഒരു പുതുമുഖത്തെ തേടുകയായിരുന്നു. നിഴൽക്കൂത്തിനും ഫോർ ദ പീപ്പിളിനുമിടയിൽ 4-5 പടം ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ എന്നെ അച്ചുവിന്റെ അമ്മയിലേക്ക് കാസ്റ്റ് ചെയ്യില്ലായിരുന്നു. അതൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. അത് കിട്ടിയതുകൊണ്ട് ഇപ്പോൾ എനിക്കിത് പറയാം, അല്ലെങ്കിൽ അതും കിട്ടില്ലായിരുന്നു. മിഷ്കിന്റെ ശ്രദ്ധേയമായ പടങ്ങളിലൊന്നാണ് അജ്ഞാതി. അതിൽ ഞാനൊരു പോലീസുകാരനായാണ്. ആ സിനിമയ്ക്ക് ശേഷം മിനിമം 40-50 സിനിമകളിൽ പോലീസിന്റെ വേഷം എനിക്ക് വന്നു. പക്ഷെ ഞാനൊന്നും ചെയ്തില്ല. പിന്നെ ഞാൻ ചെയ്ത പോലീസ് വേഷം ലോകേഷ് കനകരാജിന്റെ കൈദിയിലേതാണ്. അതിനു കാരണമായതും അജ്ഞാത എന്ന സിനിമയാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഞാൻ അജ്ഞാതയ്ക്കു ശേഷം ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ കൈദിയിൽ ഒരുപക്ഷെ കാസ്റ്റ് ചെയ്യില്ലായിരുന്നു എന്ന്, ആ ഫ്രഷ്നെസ് കിട്ടില്ലായിരുന്നു എന്ന്. നമ്മൾ ഗൗരവമായി ചെയ്യുന്നതിന്റെ പ്രതിഫലം എന്നെങ്കിലുമാകും തിരിച്ചു കിട്ടുക. അതിനായി കാത്തിരിക്കേണ്ടി വരും. ആ കാത്തിരിപ്പ് അത്ര സുഖമുള്ളതല്ല. ചിലർക്ക് വളരെ വേഗം അവസരങ്ങൾ ലഭിക്കും, മറ്റു ചിലർക്ക് ആ ഭാഗ്യം ലഭിക്കണമെന്നില്ല. സംവിധായകൻ ദിൻജിത്തിന്റെ അസോസിയേറ്റ് ആണ് എന്നെ എക്കോയിലേക്ക് വിളിക്കുന്നത്. കിഷ്കിന്ധാകാന്തം എന്ന സിനിമയിലൂടെ തന്നെ ഒരുപാട് പേർ ദിൻജിത്ത് ബാഹുൽ കോംബോയുടെ ആരാധകരാണ്. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. അവർ തിരക്കഥ വായിക്കാൻ തന്നു. അസാധാരണമായ എഴുത്തായിരുന്നു അത്. പ്രത്യേകിച്ചും അതിലെ ഡയലോഗുകൾ. വ്യത്യസ്തത എന്ന വാക്ക് ഉപയോഗിച്ചാൽ അത് ക്ലീശയായിപ്പോവും. പക്ഷെ ബാഹുലിന്റെ ചിന്തകളും എഴുത്തും ശരിക്കും അസാധാരണമാണ്. ഇതിലെ ഓരോ കഥാപാത്രത്തിനും രസകരമായ പ്രത്യേകതകൾ ബാഹുൽ കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ അവരുമായി റിലേറ്റ് ചെയ്യാൻ കഴിയും. ഒന്നുറപ്പാണ്, ഇതൊരു മനോഹര സിനിമയാകുമെന്ന് നരൻ പറയുന്നു.